അതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു സ്റ്റൈല് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ സ്റ്റൈല് സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു ഓപ്ഷനായ ഷാഡോ സ്റ്റൈല് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഷാഡോ സ്റ്റൈല് സെലക്ട് ചെയ്ത് ഇവിടെ പല രീതിയിലുള്ള ഷാഡോകളുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ഷാഡോ സ്റ്റൈൽ 10 അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചൂസ് ചെയ്ത ഷാഡോ അനുസരിച്ച് ഷാഡോ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാഡോ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഷാഡോ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈ രീതിയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഷാഡോയുടെ കളറിനെ നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. മറ്റൊരു രീതിയിൽ 3D സ്റ്റൈല് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പല രീതിയിലുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3D സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ആംഗിളിനെ ഈ രീതിയിൽ നമുക്ക് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്ത് നമുക്ക് ഈ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഡയറക്ഷൻ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് എഫക്ട്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ പല ലൈറ്റുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ ലൈറ്റും അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. സർഫേസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വയർ ഫ്രെയിം, അതുപോലെ തന്നെ മാറ്റ്, പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഷാഡോയുടെ കളറ് നമുക്ക് പല രീതിയിലുള്ള കളറുകൾ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു വർക്ക് ചെയ്യുന്നതിന് മുൻപായി തന്നെ നമുക്കറിയാം വേർഡ് ഡോക്യുമെൻറ്റിൽ എൻ്റർ ചെയ്ത മാറ്ററിനെ അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ഔട്ടിൽ പേപ്പറിലേക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ ആ പ്രിൻ്ററിൽ നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ആ പേജിൻ്റെ സൈസ് നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിൽ പേജിനെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഒരു പേജിൽ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ ആ പേജിന് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് സൈഡിൽ മാർജിൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേജിൽ സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും പേജ് സെറ്റപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ മാർജിൻസ് എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ്, അതുപോലെ തന്നെ ഗട്ടർ എന്ന ഓപ്ഷനുണ്ട്. ടോപ്പ് നമുക്കറിയാം ഇവിടെ ഇഞ്ചിലാണ്, 1 ഇഞ്ചിലാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ 1.25 ഇഞ്ചസ് ആണ് ലെഫ്റ്റ് സൈഡിലെ മാർജിൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം, റൈറ്റ് മാർജിൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇപ്പോൾ 1 ഇഞ്ച് മാർജിനാണ് എല്ലാ വശങ്ങളിലും വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഈ മാർജിനെ അറേഞ്ച് ചെയ്യാം. ഗട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ പ്രിവ്യൂവിൽ ഇപ്പോൾ ഗട്ടർ എന്ന ഓപ്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഇവിടെ കൂടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത ആ പേജുകൾ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ബുക്ക് ആക്കുമ്പോൾ തുന്നി ചേർക്കുവാൻ വേണ്ട ആ പോർഷനാണ് ഗട്ടർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗട്ടറിൻ്റെ പൊസിഷനെ നമുക്ക് ടോപ്പ്, അതുപോലെ തന്നെ ലെഫ്റ്റ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഗട്ടർ എന്ന ഓപ്ഷനും ഈ രീതിയിൽ നമുക്ക് ആവശ്യത്തിന് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഓറിയൻറ്റേഷൻ എന്ന ഓപ്ഷൻ പോർട്രേറ്റ് എന്ന
കമാൻഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ പേജിനെ ഈ രീതിയിൽ തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ പേപ്പർ എന്ന ഓപ്ഷനിൽ പേപ്പറിൻ്റെ സൈസിനെ നമുക്ക് ഇവിടെ നിന്നും അറേഞ്ച് ചെയ്യാം. നമുക്കറിയാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് A4, ലീഗൽ, A3 ഈ രീതിയിലുള്ള പല പേജ് സൈസുകൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും സാധാരണ രീതിയിൽ A4 സൈസാണ് അല്ലെങ്കിൽ ലീഗൽ സൈസിലാണ് പ്രിൻ്റ് എടുക്കേണ്ടതെങ്കിൽ ആ പേപ്പർ സൈസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ലീഗൽ സൈസ് പേജിൻ്റെ വിഡ്ത്തും ഹൈറ്റുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ കസ്റ്റം എന്ന സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് പേജിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ വിഡ്ത്തും നമുക്ക് ഈ രീതിയിൽ കൂട്ടിയും അതുപോലെ കുറച്ചും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ 7 പേജുകളാണുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ കാണുന്നത് ഈ ഡോക്യുമെൻറ്റിൽ 7 പേജുകളാണ് ഉള്ളത്. അതിൽ 7ാമത്തെ പേജാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 6ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, 7 പേജുകളുള്ള ഈ ഡോക്യുമെൻറ്റിൽ 6ാമത്തെ പേജാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ രീതിയിൽ ഒന്നിൽ കൂടുതൽ പേജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പേജ് നമ്പർ ഇൻസർട്ട് ചെയ്യുവാൻ വേണ്ടി ഇൻസർട്ട് എന്ന മെനുവിൽ നിന്നും പേജ് നമ്പേഴ്സ് എന്ന ഓപ്ഷനെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ പ്രിവ്യൂ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും, പേജ് നമ്പറിൻ്റെ പൊസിഷനെ നമുക്ക് ഈ രീതിയിൽ ടോപ്പ് ഓഫ് പേജ് അതുപോലെ തന്നെ ബോട്ടം ഓഫ് പേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മുകളിലും താഴെയുമായി അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് എന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് നമ്പറിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഈ രീതിയിൽ ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിവിടെ സ്റ്റാർട്ട് അറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് 10ാമത്തെ പേജ് നമ്പറാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ 10 എന്ന് എൻ്റർ ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് പേജ് 1 മുതൽ വരാൻ വേണ്ടി ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും, പേജ് നമ്പർ 1 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ പേജിൽ 2 എന്നിവിടെ കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ഇൻസർട്ട് മെനുവിൽ നിന്നും പേജ് നമ്പേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റിലെ പേജിലേക്ക് പേജ് നമ്പർ ഇൻസർട്ട് ചെയ്യാവുന്നതാണ്.